ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് 2 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് പേജ് നമ്പർ 119 തേർഡ് ക്വസ്റ്റ്യൻ്റെ അകത്തെ തേർഡ് ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പേജ് നമ്പർ 119 കാൽക്കുലേറ്റ് ദ ക്വസ്റ്റ്യൻസ് ബിലോ എന്നുള്ളതിൻ്റെ അകത്തെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി 5 ഹോംവർക്ക് ആയിരുന്നു. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് വൺ 0.45 ഡിവൈഡഡ് ബൈ 0.05. ഓക്കെ, അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് 0.045നെ ഫ്രാക്ഷണൽ ഫോം ആക്കി മാറ്റി. അതായത് ഡെസിമൽ പോയിന്റ് ശേഷം 3 ഡിജിറ്റ് വരണമെങ്കിൽ ആ നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് വരുന്നത്. ഒരു നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ നമ്പറിന് ഡെസിമൽ പോയിന്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 പോയിന്റ് മാറ്റുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ആക്കാം? ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ 45/1000. നോക്കുക, നമ്മൾ സാധാരണ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണം നോക്കുക. അത്രയും 0 ഉള്ള 1 ഇട്ടിട്ട് അത്രയും 0 ഉള്ള നമ്പർ ആയിരിക്കും ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പോൾ 45/1000 ഡിവൈഡഡ് ബൈ 0.05 എന്ന് പറഞ്ഞാൽ 5/100. 45/1000 ഡിവൈഡഡ് ബൈ 5/100 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് 45/1000 ഇൻറ്റു 5/100ൻ്റെ റെസിപ്രോക്കലായ 100/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ 1000ൻ്റെ 2 സീറോയും 100ൻ്റെ 2 സീറോയും ക്യാൻസൽ ചെയ്തു. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 9 കിട്ടി. 9 ഡിവൈഡഡ് ബൈ 10 എന്നാണ് വരുന്നത്. അപ്പോൾ 9/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.9. അപ്പോൾ 0.045 ഡിവൈഡഡ് ബൈ 0.05 ഈസ് ഈക്വൽ ടു 0.9. നെക്സ്റ്റ് വൺ 0.001 ഡിവൈഡഡ് ബൈ 0.1. ഓക്കെ, ഞാൻ ഇതിനെ ഒരു ഫ്രാക്ഷൻ ഫോം എഴുതി. 0.001 ഡിവൈഡഡ് ബൈ 0.1. 0.001 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1000 ആണല്ലോ. ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണം നോക്കിയാൽ മതി. 1/1000 ഡിവൈഡഡ് ബൈ 0.1 1/10. 1/1000 ഡിവൈഡ് ബൈ 1/10 വിച്ച് ഈസ് ഈക്വൽ ടു 1/1000 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കലായ 10/1. ദെൻ 10ൻ്റെ ഒരു സീറോയും 1000ൻ്റെ ഒരു സീറോയും ക്യാൻസൽ ചെയ്തു. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ 10ഉം 1000 ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ 1/100 എന്ന് വന്നു. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 0.01. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക. 0.01. ഓക്കെ, നെക്സ്റ്റ് വൺ 5.356 ഡിവൈഡഡ് ബൈ 0.13. ഓക്കെ, ഇതിനെ ഞാൻ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതി. ഒന്നാമത്തെ നമ്പറിൻ്റെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് എഴുതാം? 5356 ഡിവൈഡഡ് ബൈ 1000 divided by 13/100 which is equal to 5356 divided by 1000 into 100. 13/100 reciprocal ആയ 100/13. അപ്പോൾ എന്ത് ചെയ്തു? 100ൻ്റെ 2 സീറോയും 1000ൻ്റെ 2 സീറോയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി? 5356 divided by 10 into 13 വന്നു. ഓക്കെ, നോക്കുക, അവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 5356നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 412 കിട്ടി. ഇപ്പോൾ 412 ഡിവൈഡഡ് ബൈ 10. അതിനെ 10 കൊണ്ട് ഡിവൈഡ് എന്താ കിട്ടുന്നത്? 41.2. അപ്പോൾ അതിൻ്റെ ആൻസർ 41.2. 71.2 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 0.02. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്തു? 0.2നെയും 0.4നെയും മൾട്ടിപ്ലൈ ചെയ്തു. അതിനെന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 8. രണ്ട് നമ്പറിലും കൂടെ പോയിന്റുകളുടെ എണ്ണത്തിന് ഡെസിമൽ പോയിന്റ് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണത്തിനാണ്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 8ൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 പ്ലേസ് മാറ്റി ഡോട്ട് ഇട്ടു. അപ്പോൾ 0.08 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായിരുന്നു? 0.02. ഇനി 0.08 എന്ന് പറഞ്ഞാൽ എന്താണത്? 8/100. 0.02 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഫോം എന്താണ്? 2/100. 8/100 ഡിവൈഡഡ് ബൈ 2/100 വിച്ച് ഇസ് ഈക്വൽ ടു 8/100 ഇൻറ്റു 100/2. 100 ക്യാൻസൽ ചെയ്തു. 8/2 വിച്ച് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ അതിൻ്റെ ആൻസർ 4. ദെൻ ലാസ്റ്റ് വൺ 0.01 ഇൻറ്റു 0.01 ഡിവൈഡഡ് ബൈ 0.001 ഇൻറ്റു 0.1. ഓക്കെ, ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 1 × 1 ഡെസിമൽ പോയിന്റ് ഇല്ലാണ്ട് ഡെസിമൽ മാറ്റി നമ്പർ മാത്രം എടുത്ത് 1 × 1 ടോട്ടൽ 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 4 പ്ലേസ് മാറ്റി ഡോട്ട് ഇട്ടു. അപ്പോൾ 0.0001 ഡിവൈഡഡ് ബൈ ഇവിടെ അത് തന്നെയാണ് 0.0001. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൻസർ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 1. നമ്മളിതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എഴുതാണ്ട് തന്നെ നമുക്ക് പറയാം. അത് ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, ഇത്ര നേരം നമ്മൾ എന്താ ചെയ്തേ? ഒരു ഡെസിമൽ നമ്പറിനെ മറ്റൊരു ഡെസിമൽ നമ്പർ കൊണ്ട് ഡിവിഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന്. ഡിവിഷൻ നടത്താനായിട്ട് എന്താ ചെയ്തേ? തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷണൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു.
ഡിനോമിനേറ്ററായിട്ട് വരുന്ന ഡെസിമൽ, അതായത് ഡിവിഷനായിട്ട് വരുന്ന ഡിവൈസറായിട്ട് വരുന്ന ഡെസിമൽ നമ്പറിനെയും ഫ്രാക്ഷണൽ ഫോമിലോട്ട് മാറ്റി ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു. അതായത് റെസിപ്രോക്കൽ കൊണ്ട് ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഫ്രാക്ഷനും ഡെസിമൽ നമ്പർ, അതായത് ഏതൊരു ഡെസിമൽ നമ്പർ തന്നാലും ഫ്രാക്ഷൻ ആക്കാനും ഏതൊരു ഫ്രാക്ഷൻ തന്നാലും അതിനെ ഡെസിമൽ നമ്പർ ആക്കാനും നമ്മൾ പഠിക്കാൻ പോവാം. അതായത് ഒരു ഫ്രാക്ഷനെ ഡെസിമൽ നമ്പറിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് ഡെസിമൽ എന്ന് പഠിച്ചേക്കണേ? ഡിനോമിനേറ്റർ 100, 10, 1000 തുടങ്ങിയവ വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് സാധാരണ പഠിച്ചിരുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തിരിച്ച് പറയാൻ പോവാണ്, ഏതൊരു ഫ്രാക്ഷൻ വന്നാലും അതിനെ ഡെസിമൽ ആക്കാൻ പറ്റുമോ? ഇത്ര നേരം നമ്മൾ പറഞ്ഞ എന്താണ്? ഡിനോമിനേറ്റർ 10, 100, 1000 തുടങ്ങിയ ഡിനോമിനേറ്റേഴ്സ് വരുന്ന ഫ്രാക്ഷനെ നമ്മൾ മറ്റൊരു പേര് കൊടുത്തു, പുതിയൊരു പേര് കൊടുത്തു, ഡെസിമൽസ്. ഇനി അതിനെ മാറ്റി നമ്മൾ എങ്ങനെയാണ് ഏതൊരു ഫ്രാക്ഷനെയും ഡെസിമൽ ആക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഫ്രാക്ഷൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾക്കറിയാം എന്താണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹാഫ്, ക്വാർട്ടർ, 3/4 മുതലായ നമ്പേഴ്സ്. അതായത് നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഡെസിമലിനെ ഫ്രാക്ഷൻ നമുക്കറിയാം. 1.25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെസിമൽ നമ്പറാണ്. ഓക്കെ, അതിനെ ഫ്രാക്ഷൻ ആക്കേണ്ട എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോയിൻറ്റ് ശേഷമുള്ള ഡിജിറ്റുകളുടെ എണ്ണം നോക്കുക. 1 കഴിഞ്ഞിട്ട് അത്രയും 0 ഉള്ള ഡിനോമിനേറ്റർ ഒക്കെ 120/100. 0.5 എന്ന് പറഞ്ഞാലോ 5/10. 0.001 എന്ന് പറഞ്ഞാലോ 1/1000. ഇതൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏതൊരു ഫ്രാക്ഷൻ വന്നാലും അതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹാഫ് എടുത്തു, 1/2. 1/2നെ ഡെസിമൽ ആക്കാൻ പറ്റുമോ? അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞായിരുന്നു ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 10, 100, 1000 തുടങ്ങിയ വരുന്ന ഫ്രാക്ഷണൽ ഫോമിനാണ് ഡെസിമൽ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ആ ഫോമിലോട്ട് മാറ്റിയാൽ പോലെ 1/2നെ ഡിനോമിനേറ്റർ 10, 100, 1000 ആക്കി മാറ്റിയാൽ നമുക്കൊരു ഫ്രാക്ഷണൽ ഫോം ആക്കാമല്ലോ. നോക്കുക, 2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 10 ആക്കാൻ പറ്റുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ, അതായത് 1/2 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ, ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഫ്രാക്ഷൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയി 1നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഈ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 5/10. നോക്കിക്കേ, 1/2 എന്നുള്ളതിൻ്റെ സെയിം വാല്യൂ ഉള്ള അല്ലെ സെയിം അതേ ഫ്രാക്ഷൻ തന്നെയാണ് എന്ത്? 5/10 എന്ന് പറയുന്നത്. 1/2നെ 5/10 എന്താണ്? ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാക്ഷനെ നോക്കിക്കേ, ഡിനോമിനേറ്റർ 10 ആയില്ലേ? ഡിനോമിനേറ്റർ 10 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറ്റാം? ഡെസിമൽ നമ്പർ ആക്കാൻ മേലേ. ഇപ്പോൾ 5/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5. നോക്കിക്കേ, 1/2 ഈസ് ഈക്വൽ ടു 0.5. മാറ്റിയാൽ കണ്ടോ? അതിനായിട്ട് എന്താ നമ്മൾ ഡിനോമിനേറ്റർ 10, 100, 1000 തുടങ്ങിയ പ്ലേസ് വാല്യൂസ് വരുത്താൻ നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു നോക്കാം. 1/4. 1/4 വന്നാൽ നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് 1/2 ആയിരുന്നപ്പോൾ എന്തായിരുന്നു? 2 × 5 ആയി എന്താവും? 10 ആവും, ശരിയല്ലേ? 1/4ൻ്റെ പ്ലേസിലോ നോക്കുക, നമുക്കറിയാം 4 ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം 100ലോട്ടേ മാറ്റാൻ പറ്റുള്ളൂ. 4 × 2.5 ചെയ്താലല്ലേ 10 ആവുള്ളൂ. 25 ചെയ്താൽ എന്താ? നമുക്ക് 100 ആവും. നോക്കുക, അതിനെ മാറ്റാനായിട്ട് വേറൊരു വിധമാണ് കൊടുത്തേക്കണം. അതായത് 1/4നെ നമ്മൾ 2ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി. എന്താണ്? 2 × 2. നോക്കുക, ഒരു 2ന് ഒരു 5 വെച്ച് നമ്മൾ 2 2നും ഓരോ 5 വീതം അഡീഷണൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറും ഡിനോമിനേറ്റർ? നോക്കുക, നമ്മൾ 10 എന്ന് പഠിച്ചപ്പോൾ എന്തായിരുന്നു? 2 × 5 ആയിരുന്നു 10, ശരിയല്ലേ? അപ്പോൾ 2 × 5 ആണ് 10. അപ്പോൾ എന്താ? അതിനെ 10 എന്ന് എഴുതാമല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ 10 ആയില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുന്ന എന്താണ്? 2 × 5 എഗെയിൻ 2 × 5. 2 2 ഉണ്ട്. 2 2ന് ഓരോ 5 വീതം മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് മാറും? 10 × 10 ആവില്ലേ? അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എന്താവും? 100 ആവില്ലേ? 10 × 10 × 10 എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ അതിനെയാണ് നമ്മൾ എന്താ തന്നെ ഡെസിമൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണേ, പ്ലേസ് വാല്യൂസ് 10, 10 × 10, 100, 10 × 10 × 10, 1000. അങ്ങനെ 10ൻ്റെ പ്രോഡക്റ്റ് ആക്കിയാൽ പോരെ ഡിനോമിനേറ്ററിനെ? അങ്ങനെ ആക്കിയാൽ മതി. അപ്പം ഇവിടെ എന്തായിട്ട് 2 2 ഉണ്ട്, അതിന് അനുവാദമായിട്ട് 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതായത് 5 × 5 25. അതേ നമ്പർ കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറും? അത് 25/100. 100 വന്നാൽ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൽ 100 വന്നാൽ 2 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇടുക. അപ്പോൾ 0.25. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.25. നെക്സ്റ്റ് 3/4. ഇവിടെ ഞാൻ ചെയ്തത് എന്താണ്? 4നെ തൊട്ടടുത്തുള്ള പ്ലേസ് വാല്യൂ ആയ 10ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡയറക്റ്റ് പറ്റില്ല. 100ലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4 × 25 ചെയ്താൽ എന്താ? നമുക്കും 100 കിട്ടും. അപ്പോൾ അതിന് അനുവാദമായിട്ട് എന്താ? ഒരു നമ്പറിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/4 എന്നുള്ളതിന് എന്തായിട്ട് മാറി? 3 × 25 / 4 × 25, അതായത് 75/100 എന്താണ്? 0.75. ഓക്കെ, അതായത് 3/4 എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെസിമൽ ഫോം എന്താണ്? 0.75.
1/4 എന്ന് പറഞ്ഞാൽ 0.25, 1/2 എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 1/8 എങ്ങനെ എഴുതാം നോക്കുക. ഇവിടെയൊക്കെ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. പെട്ടെന്ന് 8 10 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 10 ആയിട്ട് മാറുമോ, ഇല്ല 100 ആയിട്ട് മാറുമോ? ഓക്കെ, നമുക്ക് ഇവിടെ ഈ 2ഉം 4ഉം ഒക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പമാണ്. 2നെ 10 ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4നെ 25 ആണ്. 8 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 8നെ പ്രൈം നമ്പറിൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ. അപ്പോൾ 8ന് നമ്മൾ പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതുകയാണ്. ഇപ്പോൾ 8ന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ അതിനെ 2 × 2 × 2 എന്ന് എഴുതാം. ശരിയല്ലേ? 1/2 × 2 × 2. ഓക്കെ, ഇനി നോക്കുക. ഒരു 2വിന് ഒരു 5 വീതം വെച്ച് നമ്മൾ അഡീഷണൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്തായിട്ട് മാറും? അത് ആ ഡിനോമിനേറ്റർ 10ൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് മാറും. 10 × 10 × 10. ഒരു 2വിന് ഒരു 5 വന്നപ്പോൾ 2 × 5 10. അടുത്ത 2വിന് ഒരു 5 വന്നു, 2 × 5 10. അടുത്തിട്ട് 2 എന്നൊരു 5 വന്നു. അപ്പോൾ എന്താണ്? 3 2നും അനുവാദികമായിട്ട് 3 5 മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ 10 × 10 × 10 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ 10 × 10 × 10 ആണ് എന്ത്? 1000. അപ്പോൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? അഡീഷണൽ ആയിട്ട് 3 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ അതേ 5 തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് 5 × 5 × 5. നമ്മൾ എന്താണ് പവർ പഠിച്ചിട്ടുണ്ട്. 5 × 5 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തവണ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 125. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 1/8 എന്നുള്ളത് 125/1000 ആയി. 1000 ഒരു പ്ലേസ് വാല്യൂ അല്ലേ? 1000 വന്നാൽ നമുക്ക് ഡെസിമൽ ആക്കാൻ എളുപ്പമില്ലേ? എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 പ്ലേസ് മാറ്റി ഡോട്ട് ഇട്ടു. അപ്പോൾ എന്ത് കിട്ടി? 0.125. 1/8 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം 0.125. ഇവിടെ ചെയ്ത കാര്യം എന്തേ ഉള്ളൂ? 8നെ നമ്മൾ പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതി 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ 2വിനും ആനുപാതികമായിട്ട് ഓരോ 5 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഓൾറെഡി 5ൻ്റെ പ്രോഡക്റ്റ് ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 1/40. ഇവിടെ നോക്കുക. 1/40 എന്ന് പറഞ്ഞാൽ 40നെ ഞാൻ പ്രൈം നമ്പറിനെ മാത്രം പവറാക്കി. അതായത് പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ലീസ്റ്റ് പ്രൈമായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആക്കി. 40 = 2 × 2 × 2 × 5. ഇവിടെ നോക്കുക, ഒരു 2ഉം ഒരു 5ഉം ഉണ്ട് ഓൾറെഡി. പിന്നെ എന്ത് ചെയ്താൽ മതി? മിച്ചമുള്ള നോക്കുക. നമ്മൾ 2വിനെയും 5നെയും വെച്ച് ഗ്രൂപ്പ് ആക്കാൻ ഇവിടെ 3 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ 2ൻ്റെയും 5ൻ്റെയും ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്ത് 3 5 അഡീഷണൽ എഴുതി. ഇവിടെ നോക്കുക, 3 2 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു 2ഉം ഒരു 5 ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ബാക്കി 2 2വിന് എന്ത് ചെയ്താൽ മതി? 2 5 കൂടെ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? ഡിനോമിനേറ്ററിൽ 2 5 അഡീഷണൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററിലും അതേ 5 × 5 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറും? 1/40 എന്നുള്ളത് 25/10 × 10 × 10 എന്നായിട്ട് മാറും. നമ്മൾ 3 10ൻ്റെ ഗ്രൂപ്പാക്കി മാറ്റി. 2 × 5, ഒരു 2 × 5 എടുത്ത് 10 എഴുതി, രണ്ടാമത്തെ 2 × 5 എടുത്ത് രണ്ടാമത്തെ 10 എഴുതി, മൂന്നാമത്തെ 2 × 5 എടുത്ത് മൂന്നാമത്തെ 10 എഴുതി. അതായത് 25/10 × 10 × 10. അതാണ് എന്ത്? 1000. 25/1000. അതിന് ഡിവൈഡ് ചെയ്ത് കിട്ടും. 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റും. 2 സ്ഥാനം മാറ്റുമ്പോൾ നമ്പർ തീർന്നു. അഗെയിൻ ഒരു 0 ലെഫ്റ്റിൽ ആഡ് ചെയ്തു. ദെൻ എന്ത് ഇട്ടു? പോയിന്റ് ഇട്ടു. 0.025. 1/40 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡെസിമൽ ഫോം 1/40യുടെ ഡെസിമൽ ഫോമാണ് 0.025. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 21/40. ഇവിടെ 1/40 ആയിരുന്നു, ഇവിടെ 21/40. ഇവിടെ നമ്മളെന്താണ്? 40നെ ഡെസിമലാക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നമുക്കറിയാം. 2 × 2 × 2 × 5 ആണ് 40. ഓക്കെ, ഓൾറെഡി അവിടെ എന്തുണ്ട്? അപ്പം 3 2ഉം ഒരു 5 ഉണ്ട്. അപ്പോൾ ആനുപാതികമായിട്ട് 3 2ഉം 3 5 മതി. അപ്പോൾ ഓൾറെഡി ഒരു 5 ഉണ്ട്. അഡീഷണൽ ആയിട്ട് 2 5 വരണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? 5 × 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിനെയും 5 × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? 21/40 എന്നുള്ളത് 21 × 5 × 5 ഡിവൈഡഡ് ബൈ 40നെ നമ്മൾ 2 × 2 × 2 × 5 എന്ന് എഴുതാം. അഡീഷണൽ ആയിട്ട് 2 5 കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 2 × 5ൻ്റെ 3 ഗ്രൂപ്പ് വന്നു. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 1000 വരും. അപ്പോൾ 21 × 25 ഡിവൈഡഡ് ബൈ 1000. 21 × 25 നോക്കുക. 25/1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.025. തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു 0.025. അപ്പോൾ 21 × 25/1000-നായ 0.025 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 21നെ 0.025 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 0.525. അപ്പോൾ എന്താണ്? 21/40 എന്ന് പറഞ്ഞാൽ 0.525. ഓക്കെ, ചെയ്തത് കണ്ടോ? നമ്മൾ 40നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. 2 × 5ൻ്റെ ഗ്രൂപ്പാക്കി മാറ്റി. ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. അഗൈൻ മിച്ചം 2 ഉണ്ട്. അതിനാദ്യമായത് 2 തവണ 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ 2 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിനെ 2 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി? 21 × 25 ഡിവൈഡഡ് ബൈ 1000. 25/1000 എന്ന് പറഞ്ഞാൽ 0.025 ആണ്. അപ്പോൾ 21നെ 0.025 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 21 × 25 ചെയ്തു. 525 കിട്ടി. നോക്കുക, ഡെസിമൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉണ്ട്. അപ്പം ആൻസറിലും
റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ഡിജിറ്റ് മാറ്റി ഡോട്ട് ഇട്ടു. ഇപ്പോൾ 0.525. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോം ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ഫ്രാക്ഷനിൽ 10ന്റെ പ്രോഡക്റ്റ് അല്ലെ 10ന്റെ ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ഡിനോമിനേറ്ററിനെ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിനെ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. അതായത് 2ൻ്റെ ഒക്കെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. അതിനുശേഷം ഓരോ 2നും ഓരോ 5 വരുന്ന രീതി ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കും. ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഇങ്ങനെ 40 വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ബാക്കി ഇല്ലാത്ത 2 2ന് വേണ്ടി അഡീഷണൽ 2 5 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇത് 1/40 എന്നുള്ളത് 25/1000 ആയിട്ട് മാറി. ഇപ്പോൾ 1000 വന്നാൽ നമുക്ക് ഫ്രാക്ഷനാക്കാൻ ഡിസിമലാക്കാൻ അറിയാം. ഇപ്പോൾ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇട്ടു. അപ്പോൾ 0.025. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 121/125 നോക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഡിനോമിനേറ്ററിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. 125നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. അപ്പം എന്താണ്? 3 തവണ ഫസ്റ്റ് 500 ഡിവൈഡ് ചെയ്ത് 25 കിട്ടി. അഗൈൻ 500 ഡിവൈഡ് ചെയ്ത് 5 കിട്ടി. അഗൈൻ 500 ഡിവൈഡ് ചെയ്ത് 1 കിട്ടി. അപ്പോൾ എന്താണ്? 125നെ 5 × 5 × 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇല്ല, എല്ലാം എന്താണ്? 3 5 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ 5ൻ്റെ കൂടെ ഓരോ 2 വന്നാൽ 10 ആവുമല്ലോ. 10 × 10 എന്ന് പറഞ്ഞാൽ അത് പ്ലേസ് വാല്യൂ ആണല്ലോ, 1000 ആണല്ലോ. അങ്ങനെ വരാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ 2 × 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു. അതേ നമ്പർ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇപ്പോൾ 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 3 തവണ ഗ്രൂപ്പ് വന്നില്ലേ? 10 × 10 × 10. ന്യൂമറേറ്ററിൽ എന്ത് വന്നു? 121 × 8. ഇത് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ എഴുതാം, 8. അപ്പോൾ 121 × 8 ഡിവൈഡഡ് ബൈ 1000. അഗെയിൻ നമ്മൾ എന്താ പറയുക? 8/1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 8നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇട്ടാൽ മതി. 0.008. അല്ലെങ്കിൽ 121 × 8 ചെയ്തു. ആൻസർ എന്ത് കിട്ടും? 968 കിട്ടും. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 968നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 0.968. അല്ലെങ്കിൽ 8/1000നെ 0.008 ആയിട്ട് എഴുതുക. 121നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇടുക. എങ്ങനെയാണെങ്കിലും ആൻസർ എന്താണ്? 0.968. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഓരോ ഫ്രാക്ഷൻ തന്നു. ആ ഫ്രാക്ഷനെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഡെസിമലാക്കി മാറ്റാമെന്ന് കണ്ടു. ഇനി നമ്മളിതൊരു വേർഡ് പ്രോബ്ലത്തിൽ തന്നാൽ എങ്ങനെ നമുക്കൊരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം? ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. 24 kilogram of sugar are packed into 25 packets of the same size. How much does each packet contain? അതായത് 24 കിലോഗ്രാം പഞ്ചസാര, 24 കിലോഗ്രാം ഷുഗർ ഒരുപോലെയുള്ള 25 പാക്കറ്റ്സിലാക്കി മാറ്റിയാൽ ഓരോ പാക്കറ്റ്സിലും എന്തുമാത്രം ഷുഗർ ആയിരിക്കും ഉണ്ടാവുക? ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് പോവാണ്. ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റിലുള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം. നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് ഉള്ളത്? 24. പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ്? 25. അപ്പോൾ 24/25 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഴുതി 24/25 നമ്മൾ എന്ത് ചെയ്ത് പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആക്കി എന്താണ്? 5 × 5 നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് കൊടുക്കാത്തത്. 24 ഡിവൈഡ് ബൈ 5 × 5. ഓക്കെ, ഇനി നോക്കുക. 2 5 വന്നാൽ അവിടെ 2 2 കൂടെ ഉണ്ടാകുന്ന എന്താണ്? നമുക്ക് എളുപ്പത്തിൽ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ്? അഡീഷണൽ 2 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിലും അതേ 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു. 24 × 2 × 2 ഡിവൈഡഡ് ബൈ 5 × 5 × 2 × 2. ഓക്കെ, ഇവിടെ 2 തവണ 5 × 2 ഉണ്ട്. അപ്പോൾ എന്താ? 10 × 10 വരും. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറി? 24 × 4 ഡിവൈഡഡ് ബൈ 2 × 2 4 അല്ലേ? ഓക്കെ, 24 × 4 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 24 × 4 എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ 24 × 4/100. 4/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.04. അപ്പോൾ 24 × 0.04 വിച്ച് ഇസ് ഈക്വൽ ടു 24 × 4 ചെയ്തു 96 കിട്ടി. അതിന് 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇട്ടു. 0.96. അല്ലെങ്കിൽ 24 × 4 ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 24 × 4 ചെയ്യുമ്പോൾ 96 കിട്ടും. 96/100 വരും. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 പോയിന്റ് മാറ്റി ഡോട്ട് ഇടും. 96/100 0.96 ആയിട്ട് മാറും. അപ്പോൾ അതായത് ഓരോ പാക്കറ്റിലും 0.96 കിലോഗ്രാം ഷുഗർ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 121 എക്സസൈസ് ആണ്. ഓക്കെ, പേജ് നമ്പർ 121 ഫസ്റ്റ് എക്സസൈസ് നോക്കുക. ഇവിടെ കുറച്ച് ഡെസിമൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ. ഡയറക്റ്റ് ആയിട്ട് കുറേ ഡെസിമൽ നമ്പേഴ്സ് തന്നിരിക്കുക. ഡയറക്റ്റ് ആയിട്ട് കുറേ ഫ്രാക്ഷൻസ് തന്നിരിക്കുക. ആ ഫ്രാക്ഷനെ ഡെസിമലാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ 3/5. 3/5നെ നമുക്ക് ഡെസിമലാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് 5ൻ്റെ കൂടെ ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ എന്തായിട്ട് മാറും? അത് 10 ആയിട്ട് മാറും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 × 2 6, 5 × 2 10, 6/10 ആയി മാറി. 3/5
സെയിം വാല്യൂ ഉള്ള ഫ്രാക്ഷനാണ് 6/10. 6/10 എന്ന് പറഞ്ഞാൽ എന്താണ് 0.6. അപ്പോൾ 3/5ൻ്റെ ഡെസിമൽ ഫോമാണ് 0.6. സെക്കൻഡ് വൺ 7/8. ഓക്കെ, ഇവിടെ നമുക്കറിയാം 8നെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആക്കി. എന്താണ് 2 × 2 × 2 ആണ് 8. ഓക്കെ, അപ്പോൾ 7/2 × 2 × 2. അപ്പോൾ 3 2 വന്നാൽ 3 5 കൂടെ വേണം. അപ്പോൾ എന്താണ് 7/2 × 2 × 2 × 5 × 5 × 5. ഡിനോമിനേറ്ററിൽ 5 × 5 × 5 മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 7 × 5 × 5 × 5 എന്ന് വന്നത്. ഡിനോമിനേറ്ററിൽ 2 × 2 × 2 × 5 × 5 × 5 3 തവണ 2 × 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു 7 × 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. 7 × 125 ഡിവൈഡഡ് ബൈ 3 തവണ 10 × 10 10 എന്ന് എന്താണ് 1000 ആണ്. അപ്പോൾ 7 × 125 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, 125 ഡിവൈഡഡ് ബൈ 1000 എന്താണ് 0.125 ആണ്. അപ്പോൾ 7 × 0.125. 7 × 0.125 ചെയ്ത് എന്താണ് ആൻസർ 0.875. ഓക്കെ, അതായത് 7 × 1.125 0.875. അതായത് 125 × 7 ചെയ്തു, അതിനെ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് വൺ തേർഡ് വൺ 5/16. 5/16 എന്നുള്ള ഫ്രാക്ഷനെ ഡെസിമലാക്കി മാറ്റണം. ഓക്കെ, 16നെ നമ്മൾ 2ൻ്റെ മാത്രം പ്രോഡക്റ്റ് ആക്കി, അതായത് പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഇപ്പോൾ 5/2 × 2 × 2 × 2 4 തവണ 2 റിപ്പീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ 4 തവണ 2 വന്നാൽ നമുക്ക് എന്ത് വേണം 4 തവണ 5 റിപ്പീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന അവിടെ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ഒരു പ്ലേസ് വാല്യൂ ആക്കാം. ഓക്കെ, അപ്പോൾ 4 തവണ 5 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു 4 തവണ റിപ്പീറ്റ് 5 മൾട്ടിപ്ലൈ. അപ്പോൾ ടോട്ടൽ എന്തായി ഇവിടെ 5 × 5 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയായി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 5 × 5 × 5 × 5 × 5 ഡിവൈഡഡ് ബൈ 2 × 2 × 2 × 2 × 5 × 5 × 5 × 5. അതായത് 4 തവണ 2ഉം 4 തവണ 5ഉം. അപ്പോൾ എന്താണ് 4 തവണ 10 × 10 × 10 × 10 ചെയ്താൽ അതെന്താ കിട്ടുന്ന ആൻസർ 10 × 10 × 10 × 10 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ ഓൾറെഡി മുകളിൽ 5 × 5 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണ് 3,125. അപ്പോൾ എന്ത് കിട്ടും 3,125 ഡിവൈഡഡ് ബൈ 10,000. ഓക്കെ, അപ്പോൾ 3,125 ഡിവൈഡ് ബൈ 10,000 എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 4 പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും 0.3125. അതായത് 5/16 എന്ന് പറഞ്ഞാൽ 0.3125. കണ്ടോ 5/16 ഈസ് ഈക്വൽ ടു 0.3125. നെക്സ്റ്റ് വൺ 3/14. ഓക്കെ, നമ്മൾ 14നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു 2 × 2 × 2 × 5. 3/2 × 2 × 2 × 5. ഓൾറെഡി ഒരു 2 × 5 ഉണ്ട്. അപ്പോൾ 2 മിച്ചം കിടക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്ത് 2 5 × 5 5 × 5 ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 × 5 × 5 ഡിവൈഡഡ് ബൈ 2 × 2 × 2 × 5 × 5 × 5. ഇപ്പോൾ എന്ത് കിട്ടും 3 × 5 × 5 25. 3 തവണ 2 × 5 ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറഞ്ഞു 1000 കിട്ടും ഡിനോമിനേറ്റർ. അതായത് 10 × 10 × 10 ആവും, അത് 1000 ആവും. അപ്പോൾ 3 × 25/1000. 25/1000 എന്ന് പറഞ്ഞാൽ എന്താണ് 0.025. അപ്പോൾ 3 × 0.025 എന്ന് പറഞ്ഞാൽ എന്താണ് 0.075. അതായത് 25 × 3 ചെയ്തു 75 കിട്ടും. 75നെ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി ഡോട്ട് ഇടുമ്പോൾ 0.075. ഓക്കെ, നെക്സ്റ്റ് വൺ 3/32 വേറൊരു ഫ്രാക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ 32നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി 5 × 2 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ കിട്ടി. അതായത് 3/2 × 2 × 2 × 2 × 2. അപ്പോൾ 5 തവണ 2 ഉണ്ടെങ്കിൽ എന്ത് വേണം 5 തവണ നമ്മൾ 5ഉം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താക്കാം എളുപ്പത്തിൽ നമുക്കതിനെ ഒരു ഡെസിമൽ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും 5 × 5 മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിലും 5 × 5 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിൽ 5 × മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവത് 5 തവണ 10 × 10 × 10 × 10 × 10. അതാണ് നമ്മൾ 10⁵5 എന്ന് പഠിച്ചിട്ടുണ്ട്, പവേഴ്സിൻ്റെ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. 5 തവണ 10 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ എന്താവും 10⁵5 ആവും. അല്ലെങ്കിൽ 1 കഴിഞ്ഞതിന് ശേഷം 5 0 ഉള്ള നമ്പറായിട്ട് മാറും. അതായത് 1 lakh ആയിട്ട് മാറും. ഡിനോമിനേറ്റർ 1 lakh ആയി. ന്യൂമറേറ്റർ എന്ത് വരും 5 തവണ 5 റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ നമുക്ക് എന്താ കിട്ടുന്നത് 3,125. ദെൻ അതിനുശേഷം ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും അത് 9,375. അതായത് 9,375 ഡിവൈഡഡ് ബൈ 1 lakh. ഓക്കെ, ഇപ്പോൾ 9,375നെ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 5 പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക. അപ്പോൾ എന്ത് കിട്ടും 0.09375. ഓക്കെ, നെക്സ്റ്റ് വൺ 61 ഡിവൈഡഡ് ബൈ 125. ഓക്കെ, 125 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 5 × 5 × 5 കിട്ടി. അപ്പോൾ 61/5 × 5 × 5. അപ്പോൾ ഇവിടെ എന്താണ് 3 5 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം 3 2ഉം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ 2 × 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഡിനോമിനേറ്ററിലും 2 × 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായി 3 ഗ്രൂപ്പ് കിട്ടും. 5 × 2ൻ്റെ 3 ഗ്രൂപ്പ്. അപ്പോൾ ടോട്ടൽ എന്തായിട്ട് മാറും അത് ഡിനോമിനേറ്റർ
1000 ആയിട്ട് മാറി. അപ്പോൾ ന്യൂമറേറ്റർ എന്താണ് 61 × 8 61 × 8 ഡിവൈഡഡ് ബൈ 10 × 10 × 10 അതായത് 61 × 8/1000. ഓക്കെ 61 × 8/1000 എന്ന് പറഞ്ഞാൽ 8/1000 എന്ന് പറഞ്ഞാൽ എന്താണത് 0.008. അപ്പോൾ 61 × 0.008 വിച്ച് ഇസ് ഈക്വൽ ടു 61 × 8 ചെയ്തപ്പോൾ 488 കിട്ടി. 3 പ്ലേസ് ഡെസിമൽ പോയിന്റ് ശേഷം 3 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 പോയിന്റ് മാറ്റി ഡോട്ട് ഇട്ടു. അപ്പോൾ എന്ത് കിട്ടും 0.488. അപ്പോൾ 61/125 എന്ന് പറഞ്ഞാൽ എന്താണ് 0.488 എന്ന് പറയുന്ന ഡെസിമലിനോട് ഈക്വൽ ആണ്. ഓക്കെ എക്സസൈസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ ഇൻ ഡെസിമൽ ഫോം. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഡെസിമൽ ഫോമിലുള്ള ആൻസർ എഴുതുക. ഫസ്റ്റ് വൺ 3 liters of milk is used to fill 8 identical bottle. How much does each bottle contain? അതായത് 3 ലിറ്റർ പാല് ഒരുപോലെയുള്ള 8 ബോട്ടിലിൽ നിറച്ചാൽ ഓരോ ബോട്ടിലും എന്തുമാത്രം പാലായിരിക്കും ഉണ്ടാവുക? ഓക്കെ അതായത് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ 3 ലിറ്റർ പാല് 8 ബോട്ടിലാക്കുക. അപ്പോൾ ടോട്ടൽ 3 ലിറ്റർ ഉണ്ട്, അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 3/8 ആണ്. ഓക്കെ നമ്മളിപ്പം ഡെസിമലാക്കാൻ പഠിച്ചത് എന്താണ്, 8നെ നമ്മൾ പ്രൈം നമ്പറിനെ പ്രോഡക്റ്റ് ആക്കി 2 × 2 × 2 എന്ന് എഴുതി. അപ്പോൾ 3 തവണ 2 വന്നു, അപ്പോൾ 3 തവണ 5 വരണം. അപ്പോൾ 5 × 5 × 5 മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ മാത്രം ഒരിക്കലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എവിടെ ഡിനോമിനേറ്ററിൽ ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അതേ നമ്പർ കൊണ്ടെല്ലാം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ 3 times 5 × 5 × 5 ചെയ്തപ്പോൾ അതായത് 3 times 5 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററിലും 3 times 5 മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും 3 × 5 × 5 × 5 ഡിവൈഡഡ് ബൈ 2 × 2 × 2 × 5 × 5 × 5 അതായത് 3 × 125 വരും, അത് 375 വരും. 375/10 × 10 × 10 അതായത് 375/1000 വിച്ച് ഇസ് ഈക്വൽ ടു 0.375. അതായത് ഓരോ ബോട്ടിലും കൊള്ളുന്ന പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എന്താണ് 0.375 ലിറ്റർ. ഓക്കെ 17 meter long string is cut into 25 equal parts. What is the length of each part? 17 meter ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിനെ 25 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഓരോ പാർട്സിൻ്റെയും ലെങ്ത് എന്താണ്? ഓക്കെ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട് ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ലെങ്ത് എത്രയാണ് 17/25 വിച്ച് ഈസ് ഈക്വൽ ടു 25നെ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അതായത് 17 ഡിവൈഡഡ് ബൈ 5 × 5 2 5 വന്നു. അപ്പോൾ ഓൾറെഡി 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 × 5 × 2 × 2 ന്യൂമറേറ്ററിലും 2 × 2 വന്നു. അപ്പോൾ 17 × 4 ഡിവൈഡഡ് ബൈ 100 വന്നു. അപ്പോൾ 4/100 എന്ന് പറഞ്ഞാൽ എന്താണ് 0.04 ആണ്. അപ്പോൾ 17 × 0.04 വിച്ച് ഇസ് ഈക്വൽ ടു 0.68. അതായത് 17 × 4 ചെയ്തു 68 കിട്ടി. 2 പ്ലേസ് ലെഫ്റ്റോട്ട് മാറ്റി ഡോട്ട് ഇട്ടു. അപ്പോൾ എന്ത് കിട്ടും 0.68. ഓക്കെ അതായത് ഓരോ സ്ട്രിങ്ങിൻ്റെയും ഓരോ പാർട്ടിൻ്റെയും നീളം എന്താണ് 0.68 മീറ്റർ. Next one 19 kilograms of rice is divided among 20 people. How much does each get? 19 kilogram rice 20 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും എന്തുമാത്രം കിട്ടും? അപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഈച്ച് ഗെറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ 19 ആൾക്കാരുടെ എണ്ണം 20 19/20. 20നെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടും 2 × 2 × 5 എന്നാണ് കിട്ടുക. അപ്പോൾ ഓൾറെഡി ഒരു 2 × 5 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും ഒരു 5 കൂടെ മതി. അപ്പോൾ 19 × 5 ഡിവൈഡഡ് ബൈ 2 × 2 × 5 × 5 അഗൈൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 19 × 5/100 നോക്കുക. 2 × 2 × 5 × 5 എന്ന് പറഞ്ഞാൽ 10 × 10 ആണത് 100 5/100. അപ്പോൾ 19 × 0.05 5/100 എന്ന് പറഞ്ഞാൽ 0.05. അപ്പോൾ 19 × 0.05 ഈസ് ഈക്വൽ ടു 0.95. അതായത് 19 × 5 ചെയ്തു 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു 0.95. അപ്പോൾ അതായത് ഓരോരുത്തർക്കും കിട്ടുന്ന അരിയുടെ അളവ് എന്താണ് 0.95 കിലോഗ്രാം. ഓക്കെ then next problem, what is the decimal form of 1/2 plus 1/4 plus 1/8 plus 1/16? ഓക്കെ ഇവിടെ നോക്കുക, നമുക്ക് 4 ഫ്രാക്ഷൻ്റെ അഡീഷൻ നടത്താനാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടെത്തണം. ഓക്കെ അപ്പോൾ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. ഓക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ ഓരോ ഡിനോമിനേറ്ററിനെയും 2ൻ്റെ മാത്രം പവറാക്കി എഴുതി. അതായത് 1/2 പ്ലസ് ഓൾറെഡി 2 ആണ്, പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 1/2 × 2, 1/8 എന്ന് പറഞ്ഞാൽ 1/2 × 2 × 2, 1/16 എന്ന് പറഞ്ഞാൽ 1/2 × 2 × 2 × 2 4 തവണ 2 വരും. ഓക്കെ നമ്മൾ ഒരു 2 വന്നാൽ ഒരു 5 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. 2 2s വന്നപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും 5 × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 2s വന്നെടുത്ത് 5 × 5 × 5 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. 4 times 2 വന്നെടുത്ത് 4 times 5 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതെന്തായിട്ട് മാറും, ഫസ്റ്റ് നമ്പർ
1/2 എന്നുള്ളത് 5/10 ആയി. സെക്കൻഡ് വൺ 25/100 ആയി. തേർഡ് വൺ 3 times 5 into 5 എന്താണ് 125/1000 ആയി. നെക്സ്റ്റ് വൺ 625/10,000 ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെ നമുക്ക് എന്താക്കാം, ഡെസിമൽ ഫോം ആക്കാം. 5/10 എന്ന് പറഞ്ഞാൽ എന്താണ് 0.5, 25/100 എന്ന് പറഞ്ഞാൽ 0.25, 125/1000 എന്ന് പറഞ്ഞാൽ എന്താണ് 0.125, 625/10,000 എന്ന് പറഞ്ഞാൽ എന്താണ് 4 പ്ലേസ് മാറുമ്പോൾ 0.0625. ഇതെന്ത് ചെയ്യുക, എല്ലാം ആഡ് ചെയ്യുക. 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 പ്ലസ് 0.0625 ബാലൻസ് ആക്കാൻ വേണ്ടി 125ൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്തു, 0.25ൻ്റെ കൂടെ 2 0 ആഡ് ചെയ്തു, 0.5ൻ്റെ കൂടെ 3 0 ആഡ് ചെയ്തു, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 0.9375 എന്നുള്ള ആൻസർ കിട്ടും. അതായത് ഈ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 ഈസ് ഈക്വൽ ടു 0.9375. ഇനി രണ്ടാമത് വേറെ രീതി നമുക്ക് ചെയ്യാം. ഈ ഡെസിമൽ എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുക. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 നോക്കുക, നമുക്കറിയാം. നോക്കുക, 1/2നെ നമുക്ക് 1/4ൻ്റെ ഫോം ആക്കാൻ പറ്റുമോ, മുകളിലും താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/4 കിട്ടും. ഇപ്പോൾ 2/4 പ്ലസ് 1/4 എന്താണ് 3/4 ആണ്. രണ്ട് നമ്പറിൻ്റെ അഡീഷനായ 3/4. ഇപ്പോൾ 3/4 പ്ലസ് 1/8 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം 4നെ 8 ആക്കാൻ എന്തിനാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 3/4 എന്നുള്ളത് എന്തായിട്ട് മാറും, എഴുതി കാണിക്കാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. ആദ്യമേ ഞാൻ ഈ രണ്ട് നമ്പർ എടുത്തു, 1/2 പ്ലസ് 1/4. അതിനുവേണ്ടി 1/2നെ ഡിനോമിനേറ്റർ 4 ഉള്ള ഫ്രാക്ഷനാക്കി മാറ്റി. അപ്പോൾ എന്ത് കിട്ടും, 2/4 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. അപ്പോൾ എന്തായിട്ട് കിട്ടും, 3/4 ആയിട്ട് മാറി. 3/4 പ്ലസ് 1/8 പ്ലസ് 1/16. ഓക്കെ, നെക്സ്റ്റ് ഇതിനെയും 8 ഉള്ള ഫ്രാക്ഷനാക്കി മാറ്റുക. അപ്പോൾ മുകളിൽ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 6/8 പ്ലസ് 1/8 പ്ലസ് 1/16 ഇതെന്തായിട്ട് മാറും, 8 ഡിനോമിനേറ്റർ ഇതുപോലെ വന്നില്ല. അപ്പോൾ ഇതിനെ എന്ത് എഴുതാം, 7/8 പ്ലസ് 1/16. ഇനി ഇവിടെ എന്ത് ചെയ്താൽ മുകളിലും താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 7നെ 14 ആക്കാം, 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 16 ആവും. അപ്പോൾ 14/16 ഈസ് ഈക്വൽ പ്ലസ് 1/16 വരും. 14/16 പ്ലസ് 1/16 ഈസ് ഈക്വൽ ടു 15/16. അതായത് ഈ ഫ്രാക്ഷനെ എല്ലാം ആദ്യമേ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഈ ഫ്രാക്ഷനെ എല്ലാം ആദ്യമേ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ല ആഡ് ചെയ്താൽ കിട്ടുന്ന എന്താണ് 15/16 ആണ്. എന്നിട്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റി ഡെസിമലാക്കാൻ പോവുക. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ എന്താണ് 2 × 2 × 2 × 2 4 ടൈംസ് 2 ഉണ്ട്. 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. ഓക്കെ, അപ്പോൾ 4 ടൈംസ് 2ന് കൂടെ 4 ടൈംസ് 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇവിടെ മുകളിലും അതുപോലെ മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും, 3 × 5 ടൈംസ് 5 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 4 ടൈംസ് 10 ഉണ്ട്. അതായത് 3 × 5 ടൈംസ് 5 മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന 9375. ഇത് 4 തവണ 10ൻ്റെ ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ എന്ത് കിട്ടും, 10 × 10 × 10 അതായത് 10,000. അതായത് 9375 ഡിവൈഡ് ബൈ 10,000. അതും ഡിവൈഡ് എന്തിനാ കിട്ടണേ, ലെഫ്റ്റിലോട്ട് 4 സ്ഥാനം മാറ്റി ഡോട്ട് ഇട്ടു 0.9375. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ് ഇന്ന് പഠിച്ചത്, ഒരു ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമലാക്കി മാറ്റാം. ഫ്രാക്ഷനെ ഡെസിമലാക്കാൻ എന്ത് ചെയ്താൽ മതി, ആ ഫ്രാക്ഷനെ ഫസ്റ്റ് പ്രൈം നമ്പറിനെ പ്രോഡക്റ്റ് ആക്കും. പ്രൈം നമ്പറിനെ പ്രോഡക്റ്റ് ആക്കാണ്ട് എന്ത് ചെയ്യും, സാധാരണ 2ൻ്റെയും 5ൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അതുപോലെയുള്ള ഫ്രാക്ഷനെ മാത്രമേ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധാരണ ചോദിക്കുകയുള്ളൂ. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എത്ര 2 ഉണ്ടോ അത്രയും 5 ഡിനോമിനേറ്ററിൽ ഓൾറെഡി വരണം. അപ്പോൾ ഓൾറെഡി ചിലപ്പം 40 ഒക്കെ എടുത്താൽ നമുക്ക് കിട്ടി 2 × 2 × 2 × 5. അപ്പോൾ ഒരു 2 × 5 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ബാക്കി 2 2ന് മാത്രം ബാലൻസ് ചെയ്യാനായിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമിനേറ്ററിലും അതേ നമ്പറിനെ 5 കൊണ്ട് അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് എന്തായിട്ട് മാറ്റും, ഡിനോമിനേറ്റർ ഒരു പ്ലേസ് വാല്യൂ ഉള്ളൊരു ഫ്രാക്ഷൻ ആവും. പ്ലേസ് വാല്യൂ വന്നാൽ ഇപ്പോൾ 10 100 1000 10,000 ഒക്കെ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഡെസിമലാക്കാം. പഠിച്ചിട്ടുണ്ട്. എന്താണ് ലെഫ്റ്റിലോട്ട് 3 സ്ഥാനം മാറ്റുക, 1000 വന്ന 3 സ്ഥാനം മാറ്റുക, 10,000 വന്ന 4 സ്ഥാനം മാറ്റി ഡോട്ട് ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഒരു ഫ്രാക്ഷനെ ഡെസിമലാക്കുന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.